ന്യൂ ഇയർ ആയിട്ട് പുതിയ കുറെ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇന്നേക്ക് ഡേ 1 എന്ന് പറഞ്ഞ് അതെല്ലാം നോക്കിയിരിപ്പില്ലേ? പക്ഷെ നോക്കി നിന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും മോട്ടിവേഷനും പോയി, റൊട്ടീനും പോയി, എല്ലാം പഴയ പോലെ അവസ്ഥയിലാവുന്നുണ്ടോ? ഇഫ് ദാറ്റ്സ് എ കേസ്, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ടു ആക്ച്വലി അച്ചീവ് യുവർ ഡ്രീംസ്. നിങ്ങൾ എല്ലാവരും ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ബട്ട് ഹാവ് യു ആക്ച്വലി ഹേർഡ് ഓഫ് ഡൊമൈൻസ് ഓർ പില്ലേഴ്സ്? ഈ വർഷം അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. കാര്യം വളരെ സിമ്പിൾ ആണല്ലോ. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ ഗോൾസിനെ ഒരുമിച്ച് ചേർത്ത് വെച്ച് ഒരു കോൺസെപ്റ്റ് ആക്കി മാറ്റുന്നതാണ് ഡൊമൈൻ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ വർഷം 2 ഡൊമൈൻസ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പീസ്. നമ്മുടെ കയ്യിലല്ല, എനിക്കിപ്പോൾ 2 കോൺസെപ്റ്റ്സ് ആണുള്ളത്, അല്ലെങ്കിൽ 2 ഡൊമൈൻസ് ആണുള്ളത്. നിങ്ങൾക്ക് മാക്സിമം ഒരു 3-4 എണ്ണം. എക്സാമ്പിൾ പ്രൊഡക്ടിവിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ കരിയർ ഉണ്ടാവും, എൻ്റെ എഡ്യൂക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉണ്ടാവും. ഇതെല്ലാം പ്രൊഡക്ടിവിറ്റിയിൽ വരുന്ന കാര്യമാണ്. ഈ പീസ് എന്ന് പറയുമ്പോൾ അതിലും കുറേ കാര്യങ്ങൾ ഉൾപ്പെടും. ഒന്നാമത്തെ കാര്യം മെഡിറ്റേഷൻ ആയിരിക്കാം, പിന്നെ നമുക്ക് ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ കുറേ ഗോൾസിനെ ഒരുമിച്ച് ചേർത്ത് വെച്ച് ഒരൊറ്റ വാക്കിൽ പറയാൻ പറ്റുന്നതാണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്ന ഡൊമൈൻ. അതുകൊണ്ട് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഡൊമൈനിന്റെ പല കാര്യങ്ങൾ ഒന്ന് ഊർജം വെപ്പിക്കുക എന്നുള്ളതാണ്. എന്താ പറയുക, നമ്മളൊരു നല്ല വീട് വെക്കുമ്പോൾ അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ വേണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബേസ് വേണമെന്ന് പറയില്ലേ? അതുപോലെ നമ്മുടെ ഓരോ ഗോൾസിനും ഒരു ബേസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റാപ്പ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ യു വിൽ ഹാവ് ആൻ ഐഡിയ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ ബേസ് മുതൽ സെറ്റ് ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് വാക്ക് ത്രൂ മൈ ഡൊമൈൻ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ പല കാര്യങ്ങളും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഷോ യു സം കൈൻഡ് ഓഫ് എ നോട്ട്. അതിനകത്ത് എനിക്ക് എന്തൊക്കെയാണ് ആക്ച്വലി പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യാനുള്ളതെന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ചെയ്യാനുള്ള കാര്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളാണ്. സോ 2026 ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഡിലേ ആയി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്ന് പറയില്ലേ, അതാണ്. ഈ പ്രൊഡക്ടിവിറ്റിയുടെ അണ്ടറിൽ എനിക്ക് ഡിലേ ആയി കിടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ മാറ്റിയെടുത്തതെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് സ്പീഡിൽ കണ്ടിട്ട് വരാം. അത് കണ്ടിട്ട് വന്നിട്ട് നമ്മുടെ സെക്കൻഡ് അജണ്ട ആയിട്ടുള്ള പീസിലോട്ട് പോവാം. ഹലോ, അപ്പോൾ നമ്മൾ നമ്മുടെ സെൽഫ് കെയർ ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ദിവസം എനിക്ക് വേണ്ടി, ഒരു ദിവസമല്ല ആക്ച്വലി, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് പല പല ദിവസമായാലും സമയം കിട്ടുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഒരു അജണ്ട. അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ അതൊക്കെ ഞാൻ വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന കാര്യമാണ്. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതും എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല, ബട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം എൻ്റെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ കട്ട് ചെയ്ത് ഒന്ന് ഹെയർ ട്രിം ചെയ്യാൻ പോവാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് താല്പര്യമില്ലാത്ത പരിപാടിയാണ്, ബട്ട് സ്റ്റിൽ ഹെയറിൻ്റെ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് കുറേ നേരം ഇങ്ങനെ കുറേ മണിക്കൂർ സലൂണിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കാനും എനിക്കിഷ്ടമല്ല, പാർലറിൽ ചെന്ന് ഇരിക്കാൻ. അതുകൊണ്ട് എനിക്ക് മൊത്തത്തിലൊരു ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്, പക്ഷെ ചെയ്തേ പറ്റും. ഞാൻ മാറ്റി വെച്ച് ഞാൻ മിനിമം 6 months ആയി കട്ട് ചെയ്തിട്ട്. സോ അതൊരു നല്ല ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യണമെന്നാണ്, പക്ഷെ എനിക്ക് താല്പര്യമില്ല, എനിക്ക് മടിയാണ് ചെയ്യാനായിട്ട്. ഇന്ന് ഞാൻ മടി മാറ്റി വെച്ച് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് ഈ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യുക, ഒന്ന് ട്രിം ചെയ്യുക. അപ്പോൾ നമുക്കിനി അവിടെ വെച്ച് കാണാം. ഞാൻ ആക്ച്വലി ഇന്നൊരു സോളോ ഡേറ്റും കൂടെയാണ്. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോയി ബാക്കിൽ യോഗ മാറ്റൊക്കെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇന്നൊരു സോളോ ഡേറ്റും കൂടെയാണ്. ആദ്യം പോയി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ജിമ്മിലേക്ക്. അപ്പോൾ ബാ. വീഡിയോ എടുക്കാൻ പോയപ്പോൾ മൈ ട്രൈപോഡ് ഡിസൈഡഡ് ടു ഗിവ് യു ആൻ എസ്തെറ്റിക് ഷോട്ട്. ഹീറ്റ് കാരണമുള്ള ഡാമേജ് ഒഴിവാക്കാനായിട്ട് ഐ ചോസ് ടു എയർ ഡ്രൈ മൈ ഹെയർ. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ബട്ട് ഇറ്റ്സ് ബെറ്റർ. ഇന്നങ്ങനെ ഞാൻ വളരെ നാൾ കാത്തിരുന്നിട്ട് എനിക്കിഷ്ടമുള്ള ഔട്ടിങ്ങിന് പോവാണ്. വേറൊന്നുമല്ല, വളരെ ഹിഡൻ സ്പോട്ടായിട്ടുള്ള സൂലാണ്. ഇതിൻ്റെ ഭയങ്കര രസമാണ്, ഈ മരങ്ങൾ ഭയങ്കര രസമാണ്. ഇതാണ്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കാര്യം ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് അല്ല, ഒരു കാര്യം. അപ്പം എനിക്ക് ആശ്വാസമുണ്ട്, ഒരു വലിയ കാര്യം ചെയ്തു. ഞാൻ പറഞ്ഞു, ഔട്ട്ഡോർ ആക്ടിവിറ്റി കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. നിയർലി 2.5 എത്ര മണിക്കൂറായി? എന്തായാലും 2.5 മണിക്കൂർ മിനിമം ആയി. അപ്പോൾ ഫസ്റ്റ് കാര്യം ചെയ്തു. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക്, രണ്ടാമത്തെ അല്ല, ഞാൻ റാൻഡം ആയിട്ടാണ് ചെയ്യുന്നത്. അതാണ് വേറൊരു കാര്യം. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ തന്നെ കറക്റ്റായിട്ട് ചെയ്യണം എന്നൊന്നും വിചാരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് തിങ്. ദിസ് ഈസ് ദ മോസ്റ്റ് കെയോട്ടിക് പാർട്ട് ഓഫ് മൈ റൂം. അപ്പോൾ ഇതെടുക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. കാരണം ഈ റൂമിനകത്തുള്ള എല്ലാ സാധനങ്ങളുടെയും ഒരു സമ്മപ്പാണ് ഇതായി ഇരിക്കുന്നത്. ഇതിന് ഓരോ സ്ഥലങ്ങളുണ്ട്. സോ ഇതെല്ലാം പറക്കി അങ്ങോട്ട് വെക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. മാറ്റി വെച്ച് ചെയ്യാൻ മടിച്ചിരുന്നൊരു കാര്യമാണ് ഈ തുണി അടുക്കി വെക്കുക എന്നുള്ളത്. അതിനൊരു കാരണമുണ്ട്. ഈ തുമ്മുന്നത് കണ്ടോ, അത് ഈ തുണി കാരണമാണ്. സോ ഇന്ന് ഞാൻ ആ ഒരു പരിപാടി
പെട്ടെന്ന് അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നേരെ അങ്ങ് മടക്കി അലമാരിക്കകത്തേക്ക് തൂക്കുക, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതലുള്ള ഒരു ഉടുപ്പും കളഞ്ഞിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം, കുഞ്ഞിലെയുള്ള എനിക്ക് ഓർമ്മ വെച്ചിട്ടുള്ള കാര്യങ്ങളിലുള്ള എല്ലാ ഡ്രസ്സും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ ചില ഡ്രസ്സ് ഇടുമ്പോൾ ചില ഔട്ട്ഫിറ്റ്സ് കൊള്ളില്ല എന്ന് തോന്നും, അല്ലെങ്കിൽ അത് ആ ട്രെൻഡൊക്കെ കഴിഞ്ഞു. ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ ട്രെൻഡിലുള്ളതൊന്നും മേടിക്കാറില്ല. ഐ ഓൺലി സെലക്ട് ക്ലോത്ത്സ് വിച്ച് സൂട്ട്സ് മൈ ബോഡി ആൻഡ് മൈ സ്കിൻ ടോൺ ആൻഡ് ഓൾ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ഡ്രസ്സ് എടുക്കാറ്. അപ്പോൾ ഈവൻ ദോ എനിക്കിത് ഭയങ്കര ഓൾഡ് ഫാഷൻഡ് ആണെന്ന് തോന്നിയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് ഇടാൻ പറ്റും. കാരണം ഫാഷൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ കുറേ വർഷം മുമ്പുള്ള കാര്യം ഉറപ്പായിട്ടും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പോൾ എനിക്ക് കുറേ നാൾ മുമ്പ് ഞാൻ കളയണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെച്ച പല സാധനങ്ങളും ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും മടക്കി, അത് ഞാൻ കാണിച്ചില്ല അല്ലേ, ഷോ യു ദാറ്റ്. ഒരു മിനിറ്റ്. ഈ അലമാരിക്കകത്തുണ്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് എടുക്കാനില്ലാത്തതല്ലാത്ത എല്ലാ ഡ്രസ്സും. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞും യൂസ് ചെയ്യും എന്ന് ഇടയ്ക്കിടയ്ക്ക് എടുക്കാറില്ല എന്നുള്ള എല്ലാ ഡ്രസ്സും ഞാൻ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ബാഗിനകത്താക്കി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബാഗ്സ്. ഇതുപോലെ ഇത് എൻ്റെ കുർത്തീസും കുറച്ച് ഫ്രോക്കൊക്കെയാണ്. ഇത് ബാക്കി ഐറ്റംസ് ആണ്. ഇതെല്ലാം ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്താക്കിയിട്ടാണ് ഞാൻ വെക്കാറ്. അപ്പം എനിക്ക് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമുണ്ട്. ഇതെല്ലാം ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കും എന്നുള്ളതാണ് മെയിനായിട്ട്. നിറയെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് അതിനകത്തങ്ങ് വെക്കും. അതാകുമ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. ഇടയ്ക്ക് എടുക്കേണ്ട സമയമാകുമ്പോൾ വേണമെങ്കിൽ ഫോട്ടോസ് എടുത്ത് വെക്കാം കേട്ടോ. ഞാൻ ചിലപ്പോൾ അത് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരു ബാഗിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ള ഫോട്ടോ എടുത്ത് വെക്കും. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇവൻറ്റിന് പോകണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകണം എന്നുണ്ടെങ്കിൽ ഓക്കെ, എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ എനിക്ക് ഉണ്ടാവാനായിട്ട് ഞാൻ ഫോട്ടോസ് എടുത്ത് വെക്കാറുണ്ട്. സോ ദിസ് ഇസ് ഹൗ ആക്ച്വലി ഐ ട്രൈ ടു ഓർഗനൈസ് മൈ ക്ലോത്ത്സ് ആസ് എ പേഴ്സൺ ഹു കീപ്സ് ഓൾ ഹെർ ക്ലോത്ത്സ്. കുറേ വർഷമായിട്ടുള്ള എല്ലാ ക്ലോത്ത്സും പറക്കി വെക്കുന്ന ഒരാളായോണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് സിമ്പിൾ മീൽസ് കുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഞാനാണ് എപ്പോഴും എനിക്ക് വേണ്ടി കുക്ക് ചെയ്യാറ്. അപ്പോൾ എനിക്ക് തന്നെ ഒരു ശല്യമായി വരുന്നത് കൊണ്ട് ഞാൻ ഇതുപോലെയുള്ള പ്രഷർ കുക്കറിൽ, എസ്പെഷ്യലി പ്രഷർ കുക്കറിലൊക്കെയുള്ള കുറച്ച് സിമ്പിൾ മീൽസ് ട്രൈ ചെയ്യും. അപ്പോൾ എനിക്ക് ഏകദേശം പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു കാർ ക്ലീനിങ് മാത്രമേ ഉള്ളൂ. അതൊരു സിമ്പിൾ പരിപാടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടി പോയേനെ. അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എനിക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനും വിഷൻ ബോർഡ് ലൈറ്റ് കുറവാണോ? വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനും എനിക്കൊരു പ്രത്യേക മെത്തേഡ് ഉണ്ട്. അതേ നമ്മൾ എന്തെങ്കിലും കുറച്ച് പിക്ചേഴ്സ് എടുത്ത് ഒട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു വെറുതെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ആക്ച്വലി ഈ വീഡിയോസ്, ഞാൻ ഈ പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന വീഡിയോസ് കാണിച്ചതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഗോൾസ് സെറ്റ് ചെയ്തിട്ട് കാര്യമല്ല. യു ഷുഡ് ആക്ച്വലി ഡൂ ദാറ്റ് തിങ്സ്. അതിന് സെർട്ടൈൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് എഫേർട്ടും അതുപോലെ തന്നെ പ്ലാനിങ്ങും ആവശ്യമുണ്ട്. സോ ഇൻ 2026 ഡോണ്ട് ജസ്റ്റ് ക്രിയേറ്റ് ഗോൾസ്. അതിനപ്പുറത്തേക്ക് യു ഷുഡ് സീ എ ബിഗർ പിക്ചർ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വലിയ കോൺസെപ്റ്റും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ കുറച്ച് ഫിനാൻഷ്യലി ബെറ്റർ ആവണം, കരിയറിൽ ബെറ്റർ ആവണം, അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയൽ ലൈഫ് ഉണ്ടല്ലോ. ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പം നമുക്കില്ലാത്ത, നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, അതിലെത്താനായിട്ട് ജസ്റ്റ് ഗോൾസ് മാത്രം പോരാ. ട്രസ്റ്റ് മീ, യു ഷുഡ് ഹാവ് so many other things to reach there, and I am also in a journey. Definitely ഈ പീസ് ആക്ച്വലി ഒരൊറ്റ കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ കുറേ ഗോൾസ് ഒരുമിച്ച് ചേർത്ത് വെക്കുന്ന കാര്യമാണ്. ഒരു 3-4 വർഷമായിട്ട് ഞാൻ എല്ലാ തവണയും എൻ്റെ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള കുറേ കോൺസെപ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ് പീസ്. കാരണം ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ മനുഷ്യന്മാരുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ് ഈ പീസ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് അത്ര ജെന്യൂൻ ആയിട്ടില്ലാത്ത അല്ലെങ്കിൽ എന്നെ എപ്പോഴും തളർത്തുന്ന, നമ്മൾക്കൊരു നെഗറ്റീവ് എനർജി തരുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറ്റി നിൽക്കുക എന്നുള്ളതാണ്. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രൊഡക്ടിവിറ്റിയും, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അവസാനം നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യന്മാർ മോശമാണെങ്കിൽ യു വിൽ നെവർ അച്ചീവ് എനിത്തിങ്. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ എനർജി ഭയങ്കരമായിട്ട് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നല്ലതല്ലാത്ത ആൾക്കാരുമായിട്ട് ഒരു ഇടപഴകലും ഉണ്ടാകരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം സെയിങ് അബൌട്ട്. പി സി തന്നെ ഉൾപ്പെടുന്ന കാര്യമാണ് എനിക്ക് എൻ്റെ പാർട്ട്ണറിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, കുറച്ചുകൂടെ ട്രിപ്സ് പോവുക. അതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന സെക്കൻഡ് ഡൊമൈൻ ഉൾപ്പെടുത്തുന്ന കാര്യമാണ് എൻ്റെ ട്രിപ്സ്, എനിക്ക് ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ. പിന്നെ ഓഫ് കോഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എൻ്റെ മെഡിറ്റേഷൻ ആൻഡ് യോഗ ആൻഡ് കൈൻഡ് ഓഫ് സ്റ്റഫ്.
ഇറ്റ് വർക്ക്സ്, ഇറ്റ് ഡെഫിനറ്റ്ലി വർക്ക്സ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ള ഭയങ്കര പാനിക് ആവുന്ന ആൾക്കാരാണെങ്കിൽ ട്രൈ മെഡിറ്റേഷൻ, ട്രൈ മൈൻഡ്ഫുൾനെസ്. ഇറ്റ് വർക്ക്സ് ജസ്റ്റ് 5 minutes എവറി ഡേ ആൻഡ് ഇറ്റ് വർക്ക്സ് ലൈക്ക് മാജിക്. സോ ഇതൊക്കെയാണ് എൻ്റെ പീസ് എന്ന് പറയുന്ന എൻ്റെ ഞാൻ വിചാരിക്കുന്ന കോൺസെപ്റ്റിലുള്ളത്. അപ്പോൾ ഫൈനലി ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാലാണ് എൻ്റെ ഒരു 1 year ഫുൾഫിൽ ആവുന്നത്. ഈ വർഷാവസാനം ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു ഗോൾസ്, നമ്മൾ കുഞ്ഞു കുഞ്ഞു ഗോൾസ് ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം, ബിക്കോസ് ഫേറ്റ് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ പക്ഷേ നമ്മൾ എടുക്കുന്ന ഈ ഒരു 2 കോൺസെപ്റ്റ് ഉണ്ടല്ലോ, 2 3 ഞാൻ പറഞ്ഞ പോലെയുള്ള മെയിൻ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഇയർ എൻഡിൽ നമുക്ക് അത് അച്ചീവ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് നമുക്ക് അങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങൾ, ഞാൻ പ്രൊഡക്ടിവിറ്റിയിൽ ഞാൻ ഇത് ചെയ്തത് ഓക്കെ, എനിക്ക് ബാലൻസ് വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം, അതൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. എനിക്കൊരു ചേഞ്ച് ഓഫ് മൈൻഡ് സെറ്റ് ആയിരുന്നു എൻ്റെ പ്രൊഡക്ടിവിറ്റിയിൽ വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ കുറേ കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ പീസ് സംബന്ധിച്ചിടത്തോളം അത് വേറെ എൻ്റെ മാനസികമായിട്ടുള്ള അതൊരു റുട്ടീനാണ്, മനസ്സിലായോ? അപ്പോൾ ഈ 2 കാര്യങ്ങളും എനിക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്ക് ആക്റ്റീവ് ആയിട്ടിരിക്കണം, എനിക്ക് പീസ്ഫുൾ ആയിട്ടിരിക്കണം. അത് രണ്ടും എനിക്ക് ഒരിക്കലും അതിനെ ഗിവ് അപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആൻഡ് ത്രൂ ഔട്ട് ദ ഇയർ ഞാൻ എപ്പോഴും എന്നെ മനസ്സിലാലോചിക്കുന്നത്, ഓരോ മാസം കഴിയുമ്പോഴും ഞാൻ ഈ 2 കോൺസെപ്റ്റ്സിൽ എന്തൊക്കെ ചെയ്തു. അപ്പം മേജർ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു കുഞ്ഞു ഗോൾസ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും, ചിലപ്പോൾ നടക്കാതെ പോകാം. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം നിങ്ങൾ ഈ 2 കോൺസെപ്റ്റിലും നിങ്ങൾ പ്രോഗ്രസ് കണ്ടിട്ടുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ, യു ആർ ഗോയിങ് ടു ലവ് യുവർ ലൈഫ്, യു ആർ ഗോയിങ് ടു ബി എ ഹാപ്പി പേഴ്സൺ, യു ആർ ഗോയിങ് ടു ഫീൽ ഫുൾഫിൽഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോൺസെപ്റ്റ് മനസ്സിലായി, ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഐ ഹോപ്പ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ഇയർ അഹെഡ്. സോ ബൈ ബൈ.